Hi friends, ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് ഇഫ്താർ സമയത്തേക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ്. ഉരുളക്കിഴങ്ങൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും ട്ടോ. എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പഞ്ചാബി സ്നാക്കാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നോക്കിയാലോ? ആദ്യം തന്നെ ഞാനിവിടെ ഒരു 2 ഗ്ലാസ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് അയമോദകമാണ് ചേർത്ത് കൊടുക്കുന്നത്. അജുവൈൻ സീഡാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചെറിയ ജീരകമൊക്കെ പോലെ തന്നെയാണ് കാണുമ്പോൾ. അതിലേറെ അത്ര നീളത്തിൽ വരുന്നില്ല, അതിലേറെ കുറച്ച് കുറുകിയിട്ടുള്ള ഒരു ജീരകം പോലെ തന്നെയാണ്. അപ്പോൾ ഇതുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾ ചെറിയ ജീരകം ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നെയ്യ് നിർബന്ധമായിട്ടും ചേർക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1 ഗ്ലാസ് പൊടിയാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് എടുക്കുക. 2 ഗ്ലാസ് പൊടി ആയതുകൊണ്ട് തന്നെ 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട്. ഈ നെയ്യിന് പകരം നിങ്ങൾ ഓയിലൊന്നും ചേർക്കരുത്. നെയ്യ് ചേർക്കുമ്പോഴാണ് നല്ല ക്രിസ്പി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് കൈ വെച്ചിട്ട് നല്ല പോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി സാധാരണ പച്ചവെള്ളം കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കുക. ഒരുപാട് ലൂസായിട്ടുള്ള മാവല്ല വേണ്ടത് കേട്ടോ, കുറച്ച് ടൈറ്റായിട്ടുള്ള മാവാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കിയിട്ട് പാകത്തിനൊന്ന് കുഴച്ചെടുത്താൽ മതി. വെള്ളം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നെ പൊടി ഇട്ട് കൊടുക്കുമ്പോൾ ആ നെയ്യിൻ്റെ അളവൊക്കെ കറക്റ്റ് അല്ല ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ച് വെക്കുക. ഇനി ഇതിലേക്കുള്ള ഫില്ലിംഗ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ടുകൊടുത്തിട്ടുണ്ട്. ജീരകം ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഒരു ചെറിയ സവാള അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. ഞാനിവിടെ പറയുന്ന അളവിനേക്കാളും നിങ്ങൾക്ക് കൂടുതലൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ കൂടുതലായിട്ടൊക്കെ എടുക്കുക കേട്ടോ. ഇനി ഉള്ളിയൊന്ന് നമ്മളൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഒരുപാട് ബ്രൗൺ കളറാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കുക കേട്ടോ. ഇനി ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ചെറിയ തീയിൽ ഇതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഞാനിവിടെ അധികം സ്പൈസി അല്ലാണ്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ മുളക് പൊടിയൊക്കെ നന്നായിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഒരു 2 ഉരുളക്കിഴങ്ങൊന്ന് പുഴുങ്ങി പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ 2 ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഉരുളക്കിഴങ്ങ് വേവിച്ചപ്പോൾ കുറച്ച് ഉപ്പിട്ടിട്ടാണ് വേവിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതിന് നോക്കിയിട്ട് അതിന് പാകത്തിന് നിങ്ങൾ ഉപ്പ് ചേർത്താൽ മതി. ഇനി ഇതിൽ കറിവേപ്പില വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക. നമ്മളൊരു പഞ്ചാബി സ്നാക്ക് ആയത് കാരണം തന്നെ ഇതിന് മല്ലിയില മാത്രമാണ് ചേർക്കുന്നത്. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഉടച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ. തീ ഓഫ് ചെയ്യുക കേട്ടോ. നമുക്ക് ഒരുപാട് സമയമൊന്നും നമുക്ക് ഇതിന് ആവശ്യമില്ല. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ ഒരു മസാല. അപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് ചെറിയ ഉരുളകളാക്കിയിട്ടൊന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചപ്പാത്തി പലകയിൽ വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ കുറച്ച് പൊടി ഇട്ടിട്ട് തന്നെ നമുക്ക് ഇതൊന്ന് പരത്തിയെടുക്കുക. കുറച്ച് ഒരു ഓവൽ ഷേപ്പാക്കിയിട്ട് പരത്തിയെടുക്കുക കേട്ടോ. കറക്റ്റ് റൗണ്ടായിട്ട് എടുക്കണ്ട, കുറച്ച് നീളത്തിൽ അങ്ങോട്ട് പരത്തിയെടുത്താൽ മതി. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് ചെറുതാക്കിയിട്ട് ഓരോന്നായിട്ടും നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യട്ടോ. ഞാനിവിടെ ഒന്ന് പരത്തിയിട്ട് നമ്മൾ 2ആയിട്ട് മുറിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്നായിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ അതൊക്കെ നിങ്ങൾ വീട്ടിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ സൗകര്യം അതുപോലെ ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ നമ്മൾ പരത്തിയിട്ട് ഇതിൻ്റെ ഒരു നടുഭാഗത്ത് നിന്ന് ഇതുപോലെ ഒന്ന് മുറിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് 2 ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി അതിൻ്റെ ഒരു സൈഡിൽ കുറച്ച് വെള്ളം ഒന്ന് തൊട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക. ഒരു കുമ്പിളായിട്ട് ഒന്ന് മടക്കിയെടുക്കുക. അപ്പം നല്ല പോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ ആ ഒരു ഭാഗം. എന്നിട്ട് നമ്മളിതിൽ മസാല നിറച്ച് കൊടുക്കുന്നുണ്ട്. മസാല നിറച്ചതിന് ശേഷം നമ്മൾ നല്ല പോലെ ഒന്ന് അമർത്തി കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ ഒരു എക്സ്ട്രാ വരുന്ന ഭാഗം ജസ്റ്റ് ഒന്ന് മടക്കിയിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും. എന്നിട്ട് നല്ല പോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്ത് ആ ഒരു ഫില്ലിംഗ് പുറത്ത് പോകാത്ത രീതിയിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ ഒരു ഷേപ്പാണ് ശരിക്കും പഞ്ചാബി സമൂസയുടെ ഷേപ്പ്. സാധാരണ നമ്മൾ സമൂസ ചുറ്റിയെടുക്കുന്ന പോലെ അല്ല കേട്ടോ, ഈ ഒരു ഷേപ്പിലാണ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ ബാക്കിയുള്ള മാവൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. ആദ്യം കുമ്പിളായിട്ടൊന്ന് നമ്മൾ ഇലയൊക്കെ വെച്ചിട്ടൊക്കെ കുമ്പിൾ ഊത്തൂല്ലേ, അതൊക്കെ പോലെ തന്നെ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് നമ്മുടെ പൊട്ടാറ്റോ മസാല അതിൻ്റെ ഉള്ളിലേക്ക് ചേർത്ത് കൊടുക്കാം. മസാല അത്യാവശ്യം നന്നായിട്ട് തന്നെ നിങ്ങൾ ചേർക്കുക. കുറച്ച് കട്ടി വേണം കേട്ടോ, എന്നാലേ നമുക്ക് കഴിക്കുന്ന സമയത്തായാലും കാണുന്ന സമയത്തായാലൊക്കെ നല്ലതായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഫില്ലിങ് കുറച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുഴഞ്ഞിട്ടാവും കിടക്കുക. അപ്പോൾ നമ്മൾ നല്ല ഇതായിട്ട് കിടക്കുക. ഫില്ലിങ് നല്ല പോലെ തന്നെ നിറച്ചിട്ട് നല്ല പോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ബാക്കി ഭാഗം നമുക്ക് നല്ല പോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക.
അപ്പോൾ വളരെ ഈസിയാണ് കേട്ടോ. ഒന്നുണ്ടാക്കിയെടുത്താൽ ബാക്കിയൊക്കെ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ നല്ലപോലെ ഫില്ലിങ് പുറത്ത് പോകാത്ത രീതിയിൽ ഒട്ടിച്ചെടുക്കുക. ഇനി നമുക്കിത് നല്ല ചൂടായിട്ടുള്ള ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഓയിൽ തന്നെയാണ് ഞാൻ ഫ്രൈ ചെയ്യുന്നത്. ഒരു പഞ്ചാബി സ്നാക്ക് ആയത് കാരണം തന്നെ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യുന്നേക്കാളും ഓയിലിൽ ഫ്രൈ ചെയ്യാനാണ് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ബാക്കിയെല്ലാം നമുക്കിതുപോലെ തന്നെ ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് നോമ്പ് തുറക്കുന്ന സമയത്തേക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ് കേട്ടോ ഒരു ആലു സമൂസ. നമ്മളെപ്പോഴും ചിക്കന്, ബീഫ്, വെജിറ്റബിൾസ്, മിക്സ്ഡ് വെജിറ്റബിൾസൊക്കെ വെച്ചിട്ടാവും സമൂസ ഉണ്ടാക്കിയെടുക്കാറുള്ളത്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഫില്ലിങ്ങും ടേസ്റ്റുമാണ് നമ്മുടെ ഈ ഒരു സമൂസക്ക് ഉള്ളത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. ഒരുപാട് ഇഫ്താർ സ്നാക്കൊക്കെ ഇട്ടിട്ടുണ്ട്. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.